അതിൽ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു യഥാർത്ഥ സ്പിരിറ്റ്? കാരണം ആ സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ഒരു മാച്ച് ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം ഇന്ത്യക്ക് അനുകൂലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ബാറ്റേഴ്സ് എല്ലാം മികച്ച ഫോമിലേക്ക് വന്നു കഴിഞ്ഞു, ടീമിന്റെ ആത്മവിശ്വാസം കൂടുന്നുണ്ട്. ഏത് റൺ ചേസ് ആണെങ്കിൽ പോലും എത്രയും വലിയൊരു സ്കോറിനെ ചേസ് ചെയ്ത് അത് നേടാം എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ആ വിശ്വാസം ടീമുകൾക്ക് എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ബൗളേഴ്സ്, കഴിഞ്ഞ മാച്ചിലാണ് നമ്മൾ അത് കണ്ടത്, ബൗളേഴ്സിന്റെ ഒരു കൃത്യമായൊരു ഇടപെടൽ. അടി കുറേ ആൾക്കാർക്കുണ്ടെങ്കിലും കൃത്യത്തോടു കൂടി ബോളർ ചെയ്യുന്ന ജസ്പ്രീത് ബുംറയെ പോലുള്ള ബൗളേഴ്സ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഒരു ടീം എന്ന രീതിയിൽ ഇന്ത്യ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മാച്ചുകളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം നമ്മുടെ ഈ ഏറ്റവും സമീപകാലത്തെ പ്രകടനങ്ങളും ഒപ്പം അവിടുത്തെ സ്റ്റേഡിയത്തിലെ ഇന്ത്യയുടെ പ്രകടനവും? പ്രജിൻ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഒരു 2020 ലോകകപ്പിന്റെ ഈ സർക്കിളിൽ ഇന്ത്യയെ വെല്ലാൻ ഒരു ടീമില്ലെന്ന് പറഞ്ഞാൽ അതിൽ ഒരു തരത്തിലും തെറ്റില്ല. കാരണം 2024 രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ലോക കിരീടം നേടിയതിനു ശേഷം നടന്ന പ്രധാനപ്പെട്ട പരമ്പരകൾ ഇല്ലെങ്കിൽ എല്ലാ പരമ്പരകളിലും ഇന്ത്യ ജയിച്ചിട്ടുണ്ട്, ഒറ്റ പരമ്പര പോലും തോറ്റിട്ടില്ല. അതിനിടെ ഏഷ്യ കപ്പ് അടക്കം നേടി. അങ്ങനെ വലിയ റെക്കോർഡാണ് ഇന്ത്യക്കുള്ളത്. 14 പരമ്പരകളിൽ ജയം. ഏറ്റവും അവസാനം നടന്ന പരമ്പര നമ്മുടെ കാര്യവട്ടത്തടക്കം മത്സരം നടന്ന ന്യൂസിലാൻഡിനെതിരായ പരമ്പരയടക്കം നമ്മൾ ജയിച്ചതാണ്. പക്ഷേ ലോകകപ്പിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഏറ്റവും സ്റ്റാർ ബാറ്ററായിരുന്ന അഭിഷേക് ശർമ്മയുടെ ഒരു ഫോം ഔട്ട് ആകുന്നത്. സൂപ്പർ 8ലേക്ക് വന്നപ്പോൾ വരുൺ ചക്രവർത്തിക്ക് ചില പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ തിലക് വർമ്മയുടെ ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഇന്ത്യക്ക് ഓരോ ഘട്ടത്തിലും ഓരോ മാച്ച് വിന്നർമാരുണ്ടായിട്ടുണ്ട്. ചേട്ടൻ എന്തോ ഒന്ന് പറയാനുണ്ട്, അതിലൊന്ന് ചോദിക്കാമോ, എന്താണ് പ്രതീക്ഷ? ആളുകളുടെ പ്രതികരണത്തിൽ തന്നെയാണ്. കാരണം വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ആളുകൾ ഇന്ത്യ ജീതേക്ക് India. This is a 2023 T-shirt. I was in that match today. I am going to leave it here because India is going to win. It was someone says there is a curse in the stadium. Someone says there is a curse about Narendra Modi Stadium. Do you believe in that? No, not at all. Only the thing is Australia played better that day. We are going to be lucky today. Absolutely. Yes, we are going to win this. 2023 ഒരു അന്ന് അദ്ദേഹം ഇട്ടിട്ട് വന്ന ജേഴ്സി ആയിരുന്നു, അന്ന് ഇന്ത്യ തോറ്റു. പക്ഷേ അദ്ദേഹം അതേ ജേഴ്സിയുമായി വരികയാണ് ഇന്ന്, അതിന് പകരം ഇതാണ്. എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. സെക്യൂരിറ്റി ഗാർഡ്സ് ഇവിടെ ആരെയും തന്നെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം അത്ര അധികം ആളുകൾ ഇടിച്ചു കയറി വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് പ്രതികരണങ്ങൾ എടുക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരെയൊക്കെ തന്നെ സമീപിക്കുന്നത്. അവരൊക്കെ തന്നെ അവരിൽ നിന്ന് സാർ ഇന്ത്യ ജീതേക്ക് ആരാധകർ ഒരു ഇടിച്ച് നമുക്കൊരു നീലക്കടൽ എന്നൊക്കെ തന്നെ പറഞ്ഞാൽ, കാരണം ആരാധകരുടെ ഒഴുക്ക് തന്നെയാണ് സ്റ്റേഡിയത്തിനകത്തേക്ക്. ഇനിയും സമയം ഇന്ത്യ ജീതേക്ക്, ഒരു ഓട്ടപ്പാച്ചിലാണെന്ന് പറയേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.